അല്ല സാഹിബേ, ഇതിപ്പോ ഏതാ സ്ഥലം? നമ്മൾ പണ്ട് വന്ന സ്ഥലം തന്നെയാണ്. ഒരു മാറ്റമില്ലല്ലേ? നമ്മക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോ മാത്രമാണ് അങ്ങോട്ട് വരേണ്ട ആവശ്യം. ആരാണ്ടോ നമ്മൾ പന്തോണ്ട് അതെ, ഇയാളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത്രയും കാലം മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടും ഇവർക്കൊരു കളിസ്ഥലങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ ഓരൊക്കെ വേറെ സ്ഥലത്താ കളിക്കാൻ പോണത്. അതുകൊണ്ട് അനുഭവിച്ചോളി. വല്ലാത്തൊരടിയായി. അങ്ങനെ പറയരുത് സാഹിബേ. ഇത് നമ്മളെ മുനിസിപ്പാലിറ്റിന്റെ കായിക പുരോഗതിയുടെ അടയാളായിട്ട് നിങ്ങളെ ബിരിമാറിൽ അവിടെ കേട്ടിക്കട്ടെ. ഇവിടെ കിടന്നോട്ടല്ലേ? നിങ്ങൾക്കത് കിട്ടണം. രാവിലെ ഒരു കട്ടൻ ചായയും കൂടെ വാങ്ങിത്തരാതെ എന്നെ കൊണ്ടിടക്കല്ലേ. നിങ്ങൾക്കത് വേണം. ഈ മുഖ്യമന്ത്രിനെ കൊണ്ട് ഞാൻ തോറ്റു. എത്രയെന്ന് വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തേക്കുക. ഉടായ്പകൾ ഇതാ വരുന്നു. തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, അപ്പൊ എല്ലാ ഉടായ്പകളും വരും. കിറ്റൊക്കെ കിട്ടീനല്ലോ. തൂക്കക്കുറവുണ്ടാവും. അത് നമ്മളനുസരിച്ച് നിങ്ങൾ കുറെ കാലം ഭരിച്ചിരുന്നല്ലോ. നിങ്ങളൊക്കെ ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തിരുന്നു? ഇതൊന്നും മുഖ്യമന്ത്രിന്റെ തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല. എന്റെ വീരാങ്കേ, ഞങ്ങളെ മുനിസിപ്പാലിറ്റി കൊടുത്തില്ലേ കമ്മ്യൂണിറ്റി ചിക്കൻ. ചിക്കൻ അതന്നെ അതന്നെ. എത്ര പോലെ ആൾക്കാരാ വന്ന് ചോർന്നു പോയത്. അതും സർക്കാർ ഫണ്ടല്ലേ, അല്ലാതെ നിങ്ങളെ തറവാട്ടിൽ നിന്ന് കൊടുത്തന്നല്ലോ. കമ്മ്യൂണിറ്റി കിച്ചണിൽ വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തത്? സെൽഫി എടുത്തിങ്ങാണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇട്ട് ലൈക്ക് കണ്ടി കളിക്കല്ലേ നിങ്ങൾ ചെയ്ത്? അത് പോട്ടെ വീരാങ്ക. കൊറോണക്കാലല്ലേ, പണിയൊന്നുമില്ലല്ലോ, കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. കേരള സർക്കാരെ മാസാമാസം 1400 ഉറുപ്പ്യ പെരയിൽ എത്തിച്ചു തരുന്നുണ്ട്. ആ പൈസയിൽ കുറവുണ്ടാവും. കുറവുണ്ടാവൂല. അതെങ്ങനെയാണ്ടോ എനിക്കറിയാം. ഓ സാഹിബേ, അത് ഞമ്മളല്ലല്ലോ കൊടുത്തത്. ഇതൊക്കെ നമ്മൾ ഭരിച്ചാലും തരും നിങ്ങൾ തന്നെ നമ്മൾക്കറിയാം. അതൊക്കെ പോട്ടെ വീരങ്ക. തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, നിങ്ങൾ എന്തായാലും ഞമ്മക്ക് വോട്ട് ചെയ്യണം. ഇത്രയും കാലം മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ട് ജനങ്ങൾക്ക് ഒരു ഗുണം ചെയ്യാത്ത നിങ്ങൾക്ക് എന്തിനു വോട്ട് തരുന്നു? നിങ്ങൾക്ക് ഈ ഉടായ്പൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? സാഹിബേ, 5 ബോട്ടാ പോയത്. വെട്ടല്ലേ? വെട്ടിക്കോ. ഇങ്ങനെ വെട്ടാൻ തുടങ്ങിയാല് ചിലക്കാണ്ട് നടക്കറാറ്റ്. മാറ്റം കുതിച്ച് കോട്ടക്കൽ. മാറ്റാനൊരുങ്ങി LDF. കോട്ടക്കൽ നഗരസഭ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക.